തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആധാർ രേഖയായി ഉൾപ്പെടുത്താമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 12ാമത് രേഖയാണ് ആധാർ ഉൾപ്പെടുത്തുക. ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ നിർദ്ദേശം നൽകിയതായാണ് വിവരം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട്. റഷീദ്, നേരത്തെ ഇത്തരത്തിലൊരു രേഖയായി കണക്കാക്കാൻ കഴിയില്ല എന്ന രീതിക്കൊക്കെ വന്നിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ 12ാമത് രേഖയായി ആധാറിനെ ഉൾപ്പെടുത്തുമെന്ന് പറയുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? ശ്രീനിധി, ബീഹാറിലെ SIR നടപ്പാക്കുന്നതിൽ രേഖകളായിക്കൊണ്ട് 11 രേഖകളാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിൽ ആധാർ ഉൾപ്പെടുത്തണമെന്നുള്ള കാര്യം സുപ്രീം കോടതി രൂക്ഷമായി തന്നെ നേരത്തെ വിമർശിച്ചിരുന്നു. ഇതിൽ കനത്ത തിരിച്ചടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരും ഉണ്ടായിട്ടുള്ളത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നയമാറ്റത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും SIR നടപ്പിലാക്കുന്നതിൽ ഈ രേഖകളിൽ ആധാർ ഉൾപ്പെടുത്താമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ള നിർദ്ദേശം. കഴിഞ്ഞ ദിവസങ്ങളിൽ ദില്ലിയിൽ ചേർന്നിട്ടുള്ള യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു വിവരം നൽകിയിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. എന്തായാലും 12ാമത് രേഖയായിട്ടായിരിക്കും ആധാർ ഉൾപ്പെടുത്തുക. ഈ പൗരത്വത്തിൽ സംശയമുണ്ടെങ്കിൽ കൂടുതൽ രേഖകൾ ആവശ്യപ്പെടാമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതാത് സംസ്ഥാനങ്ങളിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആധാറിനെ ഉൾപ്പെടുത്തുന്നതോടുകൂടി വലിയ ആശ്വാസമാകുമെന്നുള്ളത് തന്നെയാണ് ചില സംസ്ഥാനങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ വിലയിരുത്തുകയും ചെയ്യുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്ന ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. അതായത് പൗരത്വത്തിൽ ഈ ആധാർ ഉൾപ്പെടെ ഉള്ള രേഖകൾ സമർപ്പിച്ചാൽ പോലും പൗരത്വത്തിൽ സംശയമുണ്ടെങ്കിൽ മറ്റ് രേഖകൾ ആവശ്യപ്പെടാമെന്ന ഒരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. അത് ഏറെ നിർണായകമായിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ചില വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ആധാർ ഉണ്ടെങ്കിലും ഈ പൗരത്വം സംശയിക്കപ്പെടുന്ന ചില പ്രത്യേക വിഭാഗക്കാരുണ്ട്. അവരെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്നൊക്കെ തന്നെയും മാറ്റി നിർത്തുക എന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉദ്ദേശം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ 12ാമത്തെ രേഖയായിക്കൊണ്ട് ആധാർ ഉൾപ്പെടുത്താമെന്നുള്ള ഒരു നിർദ്ദേശത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുന്നത്. ശരി റഷീദ്, SIRൽ ആധാർ രേഖയായി ഉൾപ്പെടുത്താമെന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുകയാണ്. 12ാമത്തെ രേഖയായാണ് ആധാറിനെ കണക്കാക്കുക. നേരത്തെ ആധാറിനെ ഇത്തരത്തിലൊരു വ്യക്തിപരമായ രീതിയിൽ കണക്കാക്കാൻ കഴിയില്ല, തെരഞ്ഞെടുപ്പിൽ രേഖയായി കണക്കാക്കാൻ കഴിയില്ല എന്ന രീതിക്കൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇനി 12ാമത്തെ രേഖയായി ആധാറിനെ കണക്കാക്കാൻ സാധിക്കുമെന്ന് പറയുന്നത്. അബ്ദുൾ റഷീദാണ് വിവരങ്ങൾ നൽകിയത്.